കാസർഗോഡ് മഞ്ചേശ്വരത്ത് ബി.ജെ.പിയിൽ തമ്മിലടി. പ്രവർത്തക ശില്പശാല നടക്കുന്ന ഹാളിലായിരുന്നു പ്രതിഷേധം. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, എന്താണ് ഈ ഒരു കൂട്ടടിയിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം? ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. മഞ്ചേശ്വരത്ത് ബി.ജെ.പിയുടെ പ്രവർത്തക ശില്പശാല നടക്കുന്നതിനിടെയാണ് പ്രവർത്തകർ തമ്മിൽ ആ സംഘർഷമുണ്ടായത്. ഏതാനും മാസങ്ങളായി കാസർഗോഡ് ബി.ജെ.പിയിൽ വലിയ സംഘർഷവും ഗ്രൂപ്പ് പോരും ഉടലെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി ബി.ജെ.പി ഓഫീസ് വരെ പ്രവർത്തകർ ഉപരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും ആ ഗ്രൂപ്പ് പ്രശ്നങ്ങളും അവസാനിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തക ശില്പശാല നടക്കുന്ന ഹാളിലേക്ക് ഒരു വിഭാഗം പ്രവർത്തകർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇരച്ച് കയറുകയായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാമ ഗോഡാമയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം നടക്കുന്നത്. ഈ യോഗത്തിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പത്മനാഭ കടപ്പുറം, അഡ്വക്കേറ്റ് നവീൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തകർ ഇരച്ചു കയറുകയായിരുന്നു. പാർട്ടിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് നേരത്തെ ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഈ യോഗത്തിലേക്ക് ഇരച്ചു കയറിയത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ മുന്നോട്ട് വെച്ചത്, നിലവിലുള്ള സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്നു, പാർട്ടി കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. നിലവിലെ NDA സ്ഥാനാർത്ഥി ML അശ്വിനിയെ പരാജയപ്പെടുത്തുന്ന തരത്തിൽ ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തിക്കുന്നു. അതിനർത്ഥം ബി.ജെ.പി കാര്യമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ബി.ജെ.പിയുടെ മറ്റ് വോട്ടുൾപ്പെടെ മറ്റേതെങ്കിലും തരത്തിലേക്ക് മാറിപ്പോകാനുള്ള സാഹചര്യം വരെയാണ് ഉണ്ട് എന്ന തരത്തിലാണ് പ്രവർത്തകരുടെ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിയിലെ തമ്മിലടി രൂക്ഷമാവുകയാണ്. ആതിര. ശരി, സിജു കടനാണ് വിശദാംശങ്ങൾ നൽകിയത്.